ഞാൻ മൂവ് ഔട്ട് ചെയ്തു 16-ാം വയസ്സിൽ. പിന്നെ സ്കൂളിൽ +1 ഒഴിവാക്കിയെന്നല്ല, 10ാം ക്ലാസ്സിന് ശേഷം നോർമൽ സ്കൂളിന് പകരം വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് വേറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ഒരു വാല്യൂവും ഉണ്ടാക്കാൻ, ഒരു ചേഞ്ചും വരുത്താത്ത, അല്ലെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്നതിന്, റിസൾട്ട്സിന് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യം, ഓരോ ദിവസവും ചില ദിവസങ്ങൾ ഒന്നും ചെയ്യാതെ പോവുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഡൗൺ ആയിട്ട് ഇത് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ആൻഡ് ദാറ്റ്സ് ദ വൺ ഓഫ് ദ മെയിൻ ആൻഡ് കീ ആയിട്ടുള്ള ഞാൻ മാറ്റിയെടുക്കേണ്ട എൻ്റെ ഫിയറിൽ പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു സാധനം ഞാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം എനിക്ക് ഇപ്പം ഒന്നും ഉണ്ടായതല്ല, പണ്ട് മുതലേ എനിക്ക് ഉണ്ടായൊരു പ്രോബ്ലം. അതന്നെ ആ ഒരു സാധനം തന്നെ വന്ന് പിന്നെ അത് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിയാന്ന് പറയാം. ഞാൻ പറയുന്നത് സ്റ്റിമുലേഷൻ ആൻഡ് ഡിറ്റോക്സ്, ഡോപ്പമൈൻ, ഈ സംഭവങ്ങളൊക്കെ തന്നെ. ഡോപ്പമൈൻ നമ്മളിപ്പം എല്ലാവർക്കും, എനിക്ക് മാത്രമെന്നല്ല, ഈ ഒരു ജനറേഷനിലുള്ള എല്ലാ കുട്ടികൾക്കും, എല്ലാ ആൾക്കാർക്കും പറയുന്നില്ല, മിക്ക ആൾക്കാർക്കും, കാണുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഡോപ്പമൈൻ്റെ ഇറഗുലാരിറ്റീസ്. ഡോപ്പമൈൻ നമുക്ക് കിട്ടുന്നതിൻ്റെ പിന്നെ വേരിയസ് പ്രോബ്ലംസ്. പണ്ട് കാലത്ത് നമുക്കൊരു സാധനം, പിന്നെ ഡോപ്പമൈൻ എന്താണെന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഡോപ്പമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഉള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഡോപ്പമൈൻ. കെമിക്കലല്ല, സോറി, ഒരു ഹോർമോണല്ലേ, അതെ, ഹോർമോണാണ് ഡോപ്പമൈൻ. എനിക്ക് കറക്റ്റാണെന്ന് ഡൗട്ട്. ഹോർമോണാണ് ഡോപ്പമൈൻ, അതാണ് ഞാൻ മനസ്സിലാക്കിയ വേർഡ് മാറിപ്പോയെന്നറിയില്ലേ. ഹോർമോണാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഹോർമോണാണ് ഡോപ്പമൈൻ. അപ്പോൾ ഈ ഒരു ഡോപ്പമൈൻ ഹോർമോണാണോ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണോ, ഒരു സംഭവമാണ്, നമ്മുടെ ബോഡിയിലുള്ള സംഭവമാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും കാര്യങ്ങളും കിട്ടും. അപ്പോൾ മനുഷ്യന് സർവൈവ് ചെയ്യണമെങ്കിൽ ഡോപ്പമൈൻ വേണം. പണ്ട് കാലത്ത് ഡോപ്പമൈൻ കിട്ടണമെങ്കിൽ പണിയെടുത്ത് ഒരു സാധനം കഴിഞ്ഞ് അത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവമാണ് ഡോപ്പമൈൻ. പക്ഷേ ഇപ്പം നമുക്ക് ഡോപ്പമൈൻ കിട്ടണമെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക, സ്ക്രോൾ ചെയ്താൽ ഡോപ്പമൈൻ കിട്ടി, അടുത്ത സ്ക്രോൾ അതിൻ്റെ അടുത്ത വേറെ ഡോപ്പമൈൻ കിട്ടി. അപ്പോൾ ഇങ്ങനെ ഡോപ്പമൈൻ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായി കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതുകൊണ്ടാണ് നമ്മൾ പല കാര്യം ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ ചിലപ്പം അതിൽ നമുക്ക് വിചാരിച്ചത്ര ഡോപ്പമൈൻ കിട്ടിയിട്ടുണ്ടാവില്ല. അതിനേക്കാളും ഡോപ്പമൈൻ ചിലപ്പോൾ നമ്മൾ പിന്നെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ മൈൻഡ് ഓട്ടോമാറ്റിക്കലി യൂട്യൂബിലേക്ക് ചിന്തിക്കുകയും അതിനെപ്പറ്റി ആയിരിക്കും. കാരണം സർവൈവ് ചെയ്യണമെങ്കിൽ ഡോപ്പമൈൻ വേണം. അപ്പോൾ ഈ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് മുതലേ യൂട്യൂബ് കാര്യങ്ങൾ കുറേ കണ്ട് ഡോപ്പമൈൻ കിട്ടിയാണോ അല്ലെങ്കിൽ വേറെ എന്തോ ആണെന്നറിയില്ല, ഞാൻ യൂട്യൂബിൽ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു സംഭവം ആയി മാറി. യൂട്യൂബ് എൻ്റെ ഇത്രയും വലിയ, എനിക്കിപ്പോൾ ഇത്രയും ഒരുപാട് നോളജ് തന്നും എന്നെ ഈ നിലയിൽ എത്തിച്ചതും യൂട്യൂബാണ്. ഒരുപാട് പിന്നെ മോട്ടിവേഷൻസ്, ഒരുപാട് നോളജ്, ഇഷ്ടംമാതിരി ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് യൂട്യൂബാണ് എൻ്റെ ഒരു സോൾ ടീച്ചർ. അതുമാതിരി തന്നെ ഈ യൂട്യൂബ് ഷോർട്സ് പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അത് ഒരു പ്രോബ്ലം അറിയുന്നുണ്ട്. അതെനിക്കറിയാം, യൂട്യൂബ് ഈസ് ബാഡ്, അല്ലെങ്കിൽ യൂട്യൂബ് എനിക്ക് വേണ്ട, സമയം വേണ്ട, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എന്നാലും ഫോർ എക്സാമ്പിൾ എത്ര നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, എത്ര അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഡെയിലി ഒരു 3 hours 4 hours യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്ന സംഭവം. ഇമാജിൻ റിഗ്രറ്റിംഗ് അബൌട്ട് ദാറ്റ് എവറി ഡേ. രാവിലെ എല്ലാ ദിവസവും പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ രാത്രി ഒരു ദിവസം എല്ലാ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്തു, ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യു സ്പെൻഡ് 3 hours ഇൻ യൂട്യൂബ്. ആ ഒരു സംഭവത്തിന് ഡെയിലി റിഗ്രറ്റ് ചെയ്യാം. ആ ഒരു സംഭവം വല്ലാത്തൊരു പ്രോബ്ലം ആയിരുന്നു എനിക്ക് പണ്ട്. പിന്നെ അതിനുശേഷം കുറച്ച് അതിനെ ഒഴിവാക്കി എന്നെ റിക്കവർ ചെയ്തു അതിൽ നിന്ന് മാറി വന്ന് പിന്നെ ഈ സമയത്ത് ഈ ഒരു സമയത്ത് എനിക്ക് ആ ഒരു പ്രോബ്ലം പിന്നെയും ഫീൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ലേറ്റ്ലി ഞാൻ ഒരുപാട് യൂട്യൂബൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒഴിവാക്കി. എന്ത് വിചാരിച്ച പ്ലാൻ ചെയ്ത് സംഭവമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും മോർണിംഗിൽ രാവിലെ എണീച്ച് കഴിഞ്ഞ് ഒരു 1 hour അതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്ത് പോവുക, രാത്രി കിടക്കുന്നതിന് മുമ്പ് സ്പെൻഡ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ആരാത് ഒരു കോൾ വന്നു, കോൾ കഴിഞ്ഞ് അറ്റൻഡ് ചെയ്തു, ഓട്ടോമാറ്റിക്കലി യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് പോവുക, ഓപ്പണായി പോവുക. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ബ്രേക്ക് ചെയ്യണം. ദാറ്റ്സ് മൈ ചലഞ്ച് ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് ഫിയേഴ്സ്. ഈ ഒരു യൂട്യൂബ് എൻ്റെ ലൈഫിനെ കോങ്കർ ചെയ്യുന്നത്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യം ട്രൈ ചെയ്തു, ഒന്നും വർക്കൗട്ട് ആയില്ല. സോ ആഗസ്റ്റ് 1 മുതൽ ആഗസ്റ്റ് 1 to 31 ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യാൻ വിചാരിക്കുകയാണ്. നോ യൂട്യൂബ്,
വച്ചോവർ ഒരു ബ്രേക്സ് ഇല്ല, ഒരു പിന്നെ എക്സെപ്ഷൻസ് ഇല്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണെങ്കിലും വേണ്ട, അത് 31st ശേഷം. ഇത് മാത്രമല്ല എൻ്റെ ഡയറ്റിനും കാര്യങ്ങളും എൻ്റെ ഹെൽത്തിൻ്റെ സംഭവങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. കാരണം നോ, അതിന് മുമ്പിലൊരു മുട്ടായി ഉണ്ട്, നോ, മുമ്പിലൊരു ലേസ് ഉണ്ട്, നോ. ഐ വാണ്ട് സേ നോ. ആൻഡ് ഒരു ഹാർഡായിട്ടുള്ള ഒരു 1 month ചെയ്യണം എന്നൊരു സാധനം. ആൻഡ് ഇത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനും കൂടിയാണ് ഇപ്പം ഞാൻ കറൻറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ ലാപ്പിൽ യൂട്യൂബില്ല, പക്ഷേ എന്നാലും ഇന്നലെയൊക്കെ എന്തോ ഒരു റീസണിന് വേണ്ടിയിട്ട് പിന്നെ ഇപ്പോഴുള്ള ഞാൻ ആ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രാക്കിങ്ങിൻ്റെ സാധനം വെച്ച് തന്നെ യൂസ് ചെയ്യുന്നത്, ആ റൂൾസ് തന്നെ വെച്ച്. പക്ഷേ ഇന്നലെ എന്തോ ഒരു രീതിയിൽ യൂട്യൂബ് ആക്സസ് ആയി. അപ്പം ഞാൻ ഇന്നലെ ആ സാധനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തു. ഇനി ഇന്നും ആക്സസ് ആണുള്ള പല വഴികൾ. അപ്പോൾ ഇതൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മാസത്തിൽ ഒരിക്കലും ഫെയിൽ ആവാത്തൊരു സാധനം പ്രിപ്പയർ ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബിഗ് ആയിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു സാധനം ഇതും ഒരു ചലഞ്ചാണ്, എനിക്ക് ചെയ്യാൻ പറ്റട്ടെ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ബിഫോർ ആഫ്റ്റർ ആൻഡ് മൈ പ്രോഗ്രസ് ഞാൻ ഇംഗ്ലീഷിൽ എൻ്റെ മെയിൻ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ. ബിക്കോസ് ഐ വാണ്ട് സീ ഹൗ ഇംഗ്ലീഷ് വർക്ക്സ്. ഒരു വലിയ വീഡിയോ ഇംഗ്ലീഷ് ചെയ്ത് അങ്ങനെ ഉണ്ടാകാറാണ്. അത് ഫെയിൽ വർക്കായില്ലെങ്കിൽ ഐ വിൽ ഡു മൈ ഫ്യൂച്ചർ വീഡിയോസ് ഇൻ മലയാളം. സോ ഇതാണ് അവസ്ഥ. ആൻഡ് ലെറ്റ്സ് സീ വെർ ദിസ് ഗോസ്.